വികസനം പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് പൊന്നാനി NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിയത് വേർതിരിവില്ലാതെയാണെന്നും വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നും നിവേദിത സുബ്രഹ്മണ്യൻ ജനം ടിവിയോട് പറഞ്ഞു. സോണൽ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ജനം തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നമ്മളോടൊപ്പം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് ചേരുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എത്രത്തോളമുണ്ട് പ്രതീക്ഷ? നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. നമ്മൾ നിരവധിയായിട്ടുള്ള വികസനത്തിൻ്റെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് ആ വികസനം ഇവിടെ ഉറപ്പാക്കുന്നതിന് നമുക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ ഇലക്ഷൻ നേരിട്ടിട്ടുള്ളത്. ജനങ്ങൾക്കറിയാം, ഈ വികസനമൊക്കെ പറയുക മാത്രമല്ല, അത് പ്രാവർത്തികമാക്കി കാണിക്കാൻ കൂടി നമുക്ക് സാധിക്കും എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ പ്രവർത്തനം കൊണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിജയപ്രതീക്ഷയുണ്ട്. നമ്മുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം. അതിൽ വലിയൊരു ഇടപെടൽ ഇതുവരെ മാറി മാറി വന്ന MP ആരും നടത്തിയിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം ജനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും ഇവിടെ പൊന്നാനി പോർട്ട് വരെയുള്ള വാഗ്ദാനങ്ങൾ വാഗ്ദാനമായിട്ട് നിലനിൽക്കുകയാണ്. അതിനായിട്ട് ഫണ്ട് മാറ്റിവെച്ചു, അത് എങ്ങനെ ചെലവഴിച്ചു, അതെന്തായി എന്നുള്ളത് ജനം ചോദിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു അസറ്റാണ്. നമ്മൾക്ക് വികസനത്തിന് സാധ്യത ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ സമ്മാനിക്കുന്നതിൽ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് തന്നെ തീരദേശ മേഖലയാണ്. അതുകൊണ്ട് തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ ഉന്നമനം ഉറപ്പാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ, പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെ നമുക്ക് അവിടെയെല്ലാം മത്സ്യ സംസ്കരണ യൂണിറ്റുകൾ, 3 മത്സ്യ സംസ്കരണ യൂണിറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത്. തീർച്ചയായിട്ടും ഇവയൊക്കെ വന്നാൽ അവിടെയുള്ള ആളുകളുടെയൊക്കെ ജീവിതം മെച്ചപ്പെടും. അതോടൊപ്പം തന്നെ പക്കാ ഹൗസുകൾ, നമുക്കറിയാം പലർക്കും ഇപ്പോഴും അത് നല്ല വീടുകൾ, കുടിലുകൾ തന്നെയായിട്ടുള്ള നമ്മുടെ തീരദേശ മേഖലയിലെ സാധാരണക്കാർക്ക് നമ്മുടെ മോദിജിയുടെ പദ്ധതി, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങൾ പദ്ധതികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മോദിയുടെ ആവാസ് യോജന മാത്രമല്ല മറ്റ് പല തലത്തിലുള്ള നമ്മുടെ ഗ്രാമീണ മേഖലയുടെ പുനരുദ്ധാരണത്തിനുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടും പദ്ധതികൾ ആവിഷ്കരിക്കും. പിന്നെ മറ്റൊന്നുണ്ട്, 1000 കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു പദ്ധതി കൊടുക്കുകയാണെങ്കിൽ 22 കോടിയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടുന്നത്. നാളെ ഇതുവരെ സ്വപ്നത്തിൽ പോലും ഇത്തരത്തിലുള്ള പദ്ധതിയൊന്നും കൊണ്ടുവരാനിട്ട് അവർക്കും അതിനുള്ള അത്രയ്ക്കോ ഒന്നും ചിന്താശേഷിയോ അല്ലെങ്കിൽ ദീർഘവീക്ഷണമോ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് അത് ആയിട്ടുണ്ട്, അത് പലയിടത്തും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത് എന്തുകൊണ്ട് കൃത്യമായിട്ട് നടപ്പിലാവുന്നില്ല എന്ന ചോദ്യത്തിന് നമുക്കറിയാം, അത് കേരള സർക്കാരിന് അത്രയ്ക്കൊന്നും ഇതിനെക്കുറിച്ച് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം ഇത്തരം പദ്ധതികൾ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. എന്നെ സംബന്ധിച്ച് ഇത് തീരദേശ മേഖലയുടെ മാത്രമല്ല, നമ്മുടെ ഗ്രാമങ്ങൾ ഇപ്പോൾ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾ നോക്കിയ ഒരുപാട് കോളനികൾ അത്തരത്തിലുള്ള സംഗതികളുണ്ട്. അവരെ കേന്ദ്രീകരിച്ച് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ ഒരുപാട് അമ്മമാർക്ക്, സഹോദരന്മാർക്ക് വീട്ടിലിരുന്നു കൊണ്ടും ചെറിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്തുകൊണ്ടും ഒരു ചെറിയ തുക ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ തീരദേശങ്ങൾ മാത്രമല്ല, ഈ പുഴയോരങ്ങളുടെ ഡെവലപ്മെൻറ്റ് പറഞ്ഞുവല്ലോ, അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ഉല്ലാസ കേന്ദ്രങ്ങളാക്കി അവിടെ ചെറിയ കച്ചവട കേന്ദ്രങ്ങൾ, നമ്മുടെ അമ്മമാർക്ക്, സഹോദരന്മാർക്ക് തീരെ മറ്റ് ജോലികളൊന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവർ, അവർക്കൊക്കെ നമ്മൾ ഒരു ഔട്ട്ലെറ്റുകളൊക്കെ വെച്ച് കൊടുത്താൽ അതും അവർക്കൊരു വരുമാനമാവും. ഇതിനൊക്കെ നമുക്ക് മുദ്ര യോജന ഇപ്പോൾ 20 ലക്ഷം വരെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള പദ്ധതികളുടെ ഗുണം എടുക്കാം. നമുക്ക് ഇത്തരം പദ്ധതിയുടെ സഹായം പ്രൊജക്റ്റ് വെച്ച് അതും ചോദിക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഇതിനോടകം തന്നെ NDAക്ക് കൈവരിച്ചു കഴിഞ്ഞു. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ആ കാര്യത്തിൽ പറയുകയുണ്ടായി. എങ്ങനെയാണ് നമ്മുടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ അത്തരമൊരു സാഹചര്യം? നോക്കൂ, ഇത് ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നും വിഭാഗീയ ചിന്തയില്ലാതെ തന്നെ ഒരുപാട് പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയായാലും ജൽജീവൻ മിഷൻ ആയാലും, അതല്ല അവരുടെ PM കിസാൻ സമ്മാൻ നിധി ആയാലും, സുകന്യ സമൃദ്ധി യോജനയായാലും, മാതൃവന്ദന യോജനയായാലും, ഇതിലൊന്നും ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷം ഒരു വേർതിരിവില്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം തന്നെ അതിൻ്റെ ആനുകൂല്യം, ആയുഷ്മാൻ ഭാരതിൻ്റെ ആനുകൂല്യം കിട്ടിയത് കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അവർ പറഞ്ഞു, എൻ്റെ ജീവൻ രക്ഷിച്ചത് ഈ ഒരു ഇതാണ്. കാരണം അവരുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലാത്തപ്പോഴും അവർ ആ കാർഡ് വെച്ചിട്ട് ചികിത്സ ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്നോട് പറയുന്നുണ്ട്,
ഇത് കിട്ടിയതുകൊണ്ടാണ്, മോദിയുടെ കാർഡുള്ളത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥതയിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ലാത്തതുകൊണ്ട് NDAക്ക് നല്ല പിന്തുണയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥികളും. പൊന്നാനിയിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം വി. സോമകൃഷ്ണ, ജനം.